ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ ബാംഗ്ലൂര് മടിവാള കറങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തി ഒരു ചായയും ഒരു ഷവർമയൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കാണുന്നത്. ഫോണിന്റെ ബാഗിലൊക്കെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാറിലോ ബൈക്കിലോ ഒക്കെ ഒട്ടിക്കാം. ഈ കുട്ടി നമ്മുടെ ഇവിടെ ഉള്ളപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ നിർത്തേണ്ടി വരും നമ്മള്. അപ്പൊ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റിക്കേഴ്സ് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. കുറച്ചും കൂടി സ്റ്റിക്കേഴ്സ് വാങ്ങിക്കാമായിരുന്നു ഡാഡാ എന്നും പറഞ്ഞിട്ടാണ് നടപ്പ് കേട്ടോ. അപ്പൊ ഇനി ആ കടയിൽ കയറണം ഈ കടയിൽ കയറണം ഒക്കെ പറഞ്ഞിട്ട് പോവുമായിരുന്നു. കാരണം നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത്. കാരണം അപ്പുറത്തെ ലൈറ്റ്സ് ഉണ്ടാവും, നല്ല ഭംഗിയുള്ള ഇവന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പിന്നെ അങ്ങനെയല്ലേ, എന്ത് കണ്ടാലും അത് വേണം, ഇത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും അല്ലേ. അങ്ങനെ കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ കാണുന്നത്. അപ്പൊ അവിടെ ഈ പന്തലിനുള്ളിൽ ഗണേശനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോ എല്ലാവരും വരുന്നവരൊക്കെ ഗണേശായിട്ട് സെൽഫി എടുക്കലായിരുന്നു. അപ്പോൾ ഞങ്ങളും ചെന്നു കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുത്തു. നിങ്ങളെയും കുറച്ച് അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ കാണാൻ? ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സും ലീവ്സും ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ആർട്ടിഫിഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഫ്രഷ് ആയിട്ട് എങ്ങനെ നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. പക്ഷെ നോക്കി, റിയൽ ഫ്ലവേഴ്സ് ആണ്. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ വീഡിയോസ് ഒക്കെ എടുത്തു, ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആ ഫ്ലവേഴ്സും ആ ഡെക്കറേഷൻസ് ഒക്കെ കുറച്ച് നേരം കാണാനുള്ളത് ഉണ്ടായിരുന്നു. എന്തായാലും മടിവാളിൽ വരുമ്പോൾ ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര സൗണ്ടിലാണ് സോങ്സ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. മൂവി സോങ്സും പിന്നെ കുറച്ച് ഡിവോഷണൽ സോങ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത ഫുഡ് സ്പോട്ടാണ്. അത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഞങ്ങൾ ഇരുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു കടയിൽ നിന്ന് കുറച്ച് മോമോസ് കഴിച്ചായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. സോ ആ ഒരു കടയായിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇപ്പൊ കഴിച്ചപ്പോഴും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കവിടെ ചായ കിട്ടത്തില്ല. അപ്പൊ ചായ കിട്ടാൻ വേണ്ടി നമ്മൾ പിന്നെ മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മുടെ കുറച്ച് മലയാളി കടകളൊക്കെ കണ്ടു. അങ്ങനെ ഒരു കടയിൽ കയറി ഞങ്ങൾ ചായയും പഴംപൊരിയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ പറഞ്ഞു. സാധാരണ കടയിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നമുക്ക് കുടിക്കുമ്പോൾ ചായ ഒരു കയ്പൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ ചായ കുടിച്ചപ്പോൾ അങ്ങനെ അധികം കയ്പൊന്നും തോന്നിയില്ല. നല്ല മിൽക്ക് ശരിക്കും ഉള്ളതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പതപ്പിച്ചെടുത്തിട്ടായിരുന്നു. നല്ല ചായയായിരുന്നു. അനുഷ്ക ഒരു ഹോർലിക്സും കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ചതിന്റെ എനർജിയിൽ ഞങ്ങൾ തിരിച്ചു കിടക്കാൻ തുടങ്ങി. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് വൈകിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഇപ്പൊ തന്നെ സമയം 10 മണിയായെന്ന് തോന്നുന്നു. ഇത്തവണ ഇവിടെ വന്നപ്പോൾ ഷോപ്പിംഗ് ഒന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല കടലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു. നല്ല ഡ്രസ്സ് അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സ് ഒക്കെ കിട്ടുന്ന കടകൾ ഇവിടെ കുറച്ചെണ്ണം കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇത്തവണ നമ്മുടെ പ്ലാൻ അതല്ലല്ലോ. ഇവിടെ വരിക, ലൈറ്റ്സ് ഒക്കെ കാണുക, ഫുഡ് അടിക്കുക, തിരിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ കാര്യം വേണ്ടി ഡിസ്കസ് ചെയ്യണത്, ഞങ്ങൾ ബോബ ടീ കിട്ടുന്ന ഒരു കട അവിടെ കണ്ടു. മുൻപ് ഒരു തവണ ഞങ്ങൾ അവിടെ നിന്ന് ബോബ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഒക്കെയാണ്, അടിപൊളിയാണ്. പക്ഷെ നല്ല കോസ്റ്റ്ലി ആണ്. അതിനെക്കുറിച്ച് ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത കട ഞങ്ങൾ ഈ കീ ചെയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കടകളൊക്കെ കാണുമ്പോൾ പിന്നെയും ഞങ്ങൾ അവിടെ നിർത്തേണ്ടി വരും. അങ്ങനെ ഓരോ സ്ഥലത്തും നിർത്തി ഞങ്ങൾ ഒരു വിധത്തിൽ ഇങ്ങോട്ട് നടന്നെത്തി. ഇനിയിപ്പോൾ ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള നടത്തമാണ്. നമ്മളിപ്പോൾ ഈ കറങ്ങിയ സ്ഥലത്ത് കാർ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവത്തില്ല. കാരണം അവിടെ എപ്പോഴും ഈ ബസ് വന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സ്ഥലവും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിന്റെ തിരക്കും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാൻ അത്ര സ്പേസ് കിട്ടാറില്ല. സോ ഈ ഒരു ഏരിയയുടെ ഓപ്പോസിറ്റ് ഏരിയയിലാണ് ഞങ്ങൾ പോയി കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്ന വഴിക്ക് വേറെ ഫുഡ് ഐറ്റം എന്തെങ്കിലും ട്രൈ ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. നമ്മൾ അവിടുന്നും ഇവിടുന്നും ഓരോ ഷോപ്പിൽ നിന്നും പലതായിട്ട് ട്രൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വിശക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഡിന്നറും കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ നൈറ്റിൽ ചെറിയൊരു തണുപ്പത്ത് നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് കാറിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീട്ടിലേക്ക് കാണാം. ബൈ.